ഹലോ, എല്ലാവർക്കും കാൻവ ഗ്രാഫിക് ഡിസൈനിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലോഗോ ഡിസൈനിങ് ആണ്. അതിനായിട്ട് ഏറ്റവും ടോപ്പിലുള്ള സെർച്ച് യുവർ കണ്ടൻറ്റ് ആൻഡ് ക്യാൻവാസ് എന്നുള്ള ഭാഗത്ത് നമുക്ക് ലോഗോ എന്ന് സെർച്ച് ചെയ്യാം. ഇവിടെ നമുക്ക് ഒരുപാട് ലോഗോ അവൈലബിൾ ആണ്. നമുക്ക് വേണ്ട ലോഗോ ഇതിൽ നിന്ന് ആദ്യം നമ്മൾ തിരഞ്ഞെടുക്കണം. ഈ ഒരു ലോഗോ കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമുക്ക് ഈ എലമെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലോഗോ എലമെൻറ്റ്സ് എടുക്കാം. ഇവിടെ നമുക്ക് വേണ്ട എലമെൻ്റ് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. എന്നിട്ട് ഇത് മാറ്റുന്നു. ഞാൻ എന്താക്കുന്നു, ഈ ഒരു എലമെൻ്റ് ഇവിടെ വെക്കുന്നു. ഓക്കെ, ഇവിടെ ഇതിൻ്റെ പേര് ഒന്ന് മാറ്റാണ് കേട്ടോ, നെയിം ഒന്ന് മാറ്റുകയാണ്. നെയിമാണ് ഗ്രാഫിക് ഡിസൈൻ എന്ന് കൊടുക്കുന്നു കേട്ടോ. ശേഷം ഇതിൻ്റെ ഫോണ്ട് ചെയ്തൊന്ന് ചെറുതാക്കി കൊടുക്കുന്നു. ഏറ്റവും താഴത്ത് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ഒരു ലോഗോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ലോഗോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഏറ്റവും ടോപ്പിലുള്ള ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ഒരു ലോഗോ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി അതൊന്നും അല്ലാണ്ടുള്ള വേറെ ഏതെങ്കിലും കോൺസെപ്റ്റിലാണ് നമ്മൾ ലോഗോ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എലമെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് സെർച്ച് എലമെൻറ്റ്സ് എന്നുള്ളടത്ത് നമ്മൾ ഏത് കോൺസെപ്റ്റിലാണ് ഡിസൈൻ ചെയ്യുന്നതിനുള്ള കോൺസെപ്റ്റ് അടിച്ചെടുക്കുക. നമ്മുടെ ഇസ്ലാമിക് ഗ്രാഫിക്സ് എന്ന് സെർച്ച് ചെയ്യുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരുപാട് ഇസ്ലാമിക് ഗ്രാഫിക്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഏത് ഗ്രാഫിക്സ് നമുക്ക് ആവശ്യം എന്നുള്ളത് വെച്ചാൽ ആ ഗ്രാഫിക്സ് എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ എല്ലാ ഗ്രാഫിക്സ് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഇങ്ങനെ നമുക്ക് ഇതിലുള്ള ലോഗോ തന്നെ എഡിറ്റ് ചെയ്തിട്ട് നമ്മളൊരു യുണീക്ക് ഷേപ്പിലുള്ള ലോഗോ നമുക്ക് ഡിസൈൻ ചെയ്യാം. അതുപോലെ ഇതിലുള്ള ടെംപ്ലേറ്റ് എടുത്തിട്ടല്ലാണ്ടുള്ള ലോഗോ നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, ലോഗോ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം കേട്ടോ. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമൈസ് ഷേപ്സ് എന്നുണ്ടാവും, അത് ചൂസ് ചെയ്യാം. അതിൽ നമ്മൾ വിഡ്ത്തും ഹൈറ്റും സെലക്ട് ചെയ്യണം. അപ്പോൾ ലോഗോക്ക് ആകുമ്പോൾ ലോഗോ ഡിസൈൻ ചെയ്യാൻ 500 പിക്സൽ വിഡ്ത്തും 500 പിക്സൽ ഹൈറ്റുമാണ് വേണ്ടത്. പിന്നെ രണ്ടിലും 500 കൊടുക്കാം കേട്ടോ. 500 കൊടുത്തപ്പോൾ തന്നെ അടിയിൽ ലോഗോ വന്നിട്ടുണ്ട് അല്ലേ. ഇനി ക്രിയേറ്റ് ന്യൂ ഡിസൈൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ താഴ്ത്തി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലോഗോക്കുള്ള ക്യാൻവാസ് ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. ഈ ക്യാൻവാസിലാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി നമ്മൾ കൊണ്ടുവരേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ എലമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് ഞാനവിടെ ഒരു റൗണ്ട് കൊണ്ടുവരുന്നു. എന്നിട്ട് ഇതിൻ്റെ കളറ് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ബ്ലാക്ക് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി കളറിൽ പോയിട്ട് ബ്ലാക്ക് സെലക്ട് ചെയ്യുന്നു. ഞാൻ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ എടുക്കുകയാണ്. അതിനായിട്ട് ഡിലീറ്റിൻ്റെയും കമൻറ്റിൻ്റെയും ഇടയിലുള്ള ആ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. എന്നിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിൻ്റെ കളറ് ഞാൻ കളറിൽ പോയിട്ട് വൈറ്റ് ആക്കി കൊടുക്കുന്നു. ഇനി ഞാൻ
അതൊന്ന് ചെറുതാക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ സെൻറ്ററിൽ കൊണ്ടുപോയി അലൈൻ ചെയ്യുന്നു. ഓക്കെ, അതതിൻ്റെ സെൻറ്ററിൽ കൊണ്ടുപോയി ഞാൻ അലൈൻ ചെയ്തു. ഇനി ഞാനതിലേക്കൊരു സ്ക്വയർ ആഡ് ചെയ്യാണ്. സ്ക്വയർ ആഡ് ചെയ്തിട്ടുണ്ട്. ആ സ്ക്വയർ ഇവിടെ സെൻറ്ററിൽ ലൈനായിട്ട് കൊടുക്കുക ഞാൻ കേട്ടോ. ഒക്കെ ഒരു സ്ക്വയർ ആഡ് ചെയ്ത് സെൻറ്ററിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മറ്റൊരു സ്ക്വയറും കൂടി ആഡ് ചെയ്യാണ്. അതിന് ഡ്യൂപ്ലിക്കേഷൻ എടുക്കാം കേട്ടോ. എന്നിട്ടത് ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഞാൻ ഒരു സ്ക്വയറും കൂടി ആഡ് ചെയ്യാണ്. എലമെൻസിൽ പോകുന്നു, സ്ക്വയർ ഷേപ്പ് സെറ്റ് ചെയ്യുന്നു കേട്ടോ. എന്നിട്ട് ആ സ്ക്വയറിൻ്റെ കളർ ഞാൻ വൈറ്റ് കൊടുക്കുകയാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ എന്തും ചെയ്യാം കേട്ടോ. വൈറ്റ് കൊടുത്തിട്ട് ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് വെക്കും കേട്ടോ. അവിടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലയും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവിടെ ആഡ് ചെയ്തിട്ടുള്ള ആ സ്ക്വയറിനെ ഡ്യൂപ്ലിക്കേഷൻ എടുക്കുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയി വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ലോഗാണ് ഇവിടെ കൊണ്ടുവന്നത്. അടിയിൽ ടെക്സ്റ്റ് കൊടുക്കുകയാണ്. ടെക്സ്റ്റ് ഞാൻ ഗ്രാഫിക് ഡിസൈൻ അക്കാഡമി എന്ന് കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൽ നമുക്ക് സ്പേസിങ് എന്ന് കാണാം. അപ്പോൾ ലോഗോൻ്റെ താഴത്ത് കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യൽ എഴുതൽ. അപ്പോൾ ഈ ലെറ്റർ സ്പേസ് എന്നുള്ളത് ഞാൻ കൂട്ടാം കേട്ടോ. കൂട്ടിയിട്ട് ഞാൻ കൂട്ടുകയാണ്. ഒരു 238 ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈൻ സ്പേസ്. 0 0 മാറ്റിയിട്ട് 238 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു സിമ്പിൾ ലോഗാണ് ഇപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലോഗത്തിൽ ക്രിയേറ്റ് ചെയ്യാം. ഇനി അതല്ലാണ്ട് നമുക്ക് ഇതിലൊരുപാട് ലോഗോ നമുക്ക് ഇതിൽ പ്രോ വേർഷൻ ഉണ്ടെങ്കിൽ കിട്ടും. അതിനായിട്ട് ഡിസൈൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ലോഗോ വേണ്ടെന്ന് സെർച്ച് ചെയ്താൽ മതി. കാണിച്ചു തരാം. എന്നിട്ട് ഞാനിവിടെ ഹോം പേജ് എടുക്കാം കേട്ടോ. ഹോം പേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് സെർച്ച് യുവർ കണ്ടൻസ് എന്ന് കാണാം. അവിടെ ലോഗോ സെർച്ച് ചെയ്താൽ ഒരുപാട് ലോഗോ വരും. നമുക്ക് ഏതെങ്കിലും ഒരു കോൺസെപ്റ്റിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ലോഗോ ഇട്ടണമെങ്കിൽ ആ കോൺസെപ്റ്റ് അടിക്കുക. ഞാനിവിടെ ഇസ്ലാമിക് ലോഗോ എന്ന് അടിച്ചപ്പോൾ ഒരുപാട് ഇസ്ലാമിക് കോൺസെപ്റ്റിലുള്ള ഒരുപാട് ലോഗോ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ലോഗോ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. ഏത് ലോഗോ നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ള് നമുക്ക് എഡിറ്റ് ചെയ്യാം. താഴത്തുള്ള ഈ ഒരു ടെക്സ്റ്റ് ഒന്ന് മാറ്റുകയാണ്. ഇതിൽ ഇസ്ലാമിക് എന്നുള്ള ടെക്സ്റ്റ് എന്ത് ചെയ്യുക, മാറ്റുകയാണ്. എന്നിട്ട് ഞാൻ ഒരു സ്ഥാപനത്തിൻ്റെ പേരാണെന്ന് കരുതിയോളി. ഞാൻ
ഹിദായ എന്ന് കൊടുത്തിട്ടോ. അതുപോലെ തന്നെ ഇത് നമുക്ക് മാറ്റാം. നേരത്തെ പറഞ്ഞ പോലെ ഗ്രാഫിക്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗ്രാഫിക്സ് എന്ത് ചെയ്യുക, ആഡ് ചെയ്തിട്ട് അത് മാറ്റാം. ഇതിന് കളറൊക്കെ മാറ്റാം കേട്ടോ ആണെങ്കിൽ. ഒക്കെ ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ ലെറ്റർ ലോഗോ നമുക്ക് ഇത് കിട്ടും കേട്ടോ, കാണിച്ചു തരാം. ലോഗോ ഡിസൈൻ ചെയ്യാനൊക്കെ നല്ല ചാർജ് നിങ്ങൾക്ക് ഈടാക്കാം കേട്ടോ. നിങ്ങൾ ഇതിലുള്ള ലോഗോയിൽ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയാൽ നിങ്ങളുടേതായിട്ടുള്ള യുണീക്ക് ലോഗോ അത് ആയിട്ടോ. ഇവിടെ ഈ ടെക്സ്റ്റ് നമുക്ക് മാറ്റി കഴിഞ്ഞാൽ അതിലൂടെ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കംപ്ലീറ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് സ്വന്തമായിട്ട് ലോഗോ ഇതിൽ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ 2-3 സാമ്പിൾസ് കാണിച്ചു തന്നു കേട്ടോ. ഇതിൽ ബ്ലാങ്ക് ഷീറ്റ് എടുത്തിട്ട് നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് ലോഗോ ക്രിയേറ്റ് ചെയ്യുക. അതിനായിട്ട് ഈ ബ്ലാങ്ക് ഷീറ്റ് എടുത്തിട്ട് എലമെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് പോയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട കോൺസെപ്റ്റ് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. ഗ്രാഫിക്സിൽ നിങ്ങൾക്ക് വേണ്ട ഗ്രാഫിക്സ് സെർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് ലോഗോ ആഡ് ചെയ്യാം കേട്ടോ. ഇതുപോലുള്ള ഗ്രാഫിക്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോഗോ ആഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് വർക്ക് ആയേക്കാം കേട്ടോ.